ഹായ് ഡിയർ, ഇന്ന് നമുക്ക് ഖുദ് സേ പ്യാർ എന്ന കവിതയിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കവിത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഖുദ് സേ പ്യാർ ശോഭനാഥ് യാദവിൻ്റെ സെൽഫ് ലവിനെ കുറിച്ചിട്ടുള്ളൊരു കവിതയാണ് അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമുക്കതിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വഹ് ദേ സക്കേ ആഗ് യഹാം ആഗ് സേ ക്യാ മത്ലബ് ഹേ. വഹ് ദേ സക്കേ ആഗ് അല്ലേ, നമ്മുടെ കവിതയിലെ ഒരു വരിയാണ്. ഇവിടെ ആഗ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആഗ് എന്ന് പറഞ്ഞാൽ ഫയറാണ്. ഇവിടെ ആഗ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊർജ് അല്ലേ, അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെയാണ് നമ്മുടെ ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദറക്കത്ത് സേ ആപ്പിനെ ക്യാ സംച. ദറക്കത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻസിയിലാണ് അല്ലേ ദറക്കത്ത് എന്ന വാക്ക് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താണ്? പേടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത് പേടാണ്. നെക്സ്റ്റ് ഖുദ് സേ പ്യാർ കർന സേ ക്യാ അർത്ഥ് നിക്കൽത്താ ഹേ. ഖുദ് സേ പ്യാർ കർന എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫായിട്ട് സ്നേഹിക്കുക അല്ലേ? നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിനാണ് ഖുദ് സേ പ്യാർ കർന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് ആഗ് എന്ന് പറഞ്ഞാൽ ഊർജ്ജാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ദറക്കത്തിൻ്റെ അർത്ഥം പേടാണ്. മൂന്നാമത്തത് ഖുദ് സേ പ്യാർ കർന അല്ലേ, ആപ്പിനെ ആപ് സേ പ്യാർ കർന, നമ്മളെ തന്നെ സ്നേഹിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കവിതയിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി ജോഡേം ഔർ വാക്കിലിക്കും. ജോഡേം എന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യുക. ഔർ വാക്കിലിക്കും മാച്ച് ചെയ്തിട്ട് നമ്മൾ എന്തും കൂടെ എഴുതണം? അത് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. മാച്ച് ചെയ്താൽ മാത്രം പോരാ, അത് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ സൂരജ് ഉണ്ട്. സൂരജ് സൺ, പേട് ട്രീ, ബാദൽ ക്ലൗഡ്. നെക്സ്റ്റ് ദുനിയാക്കോ ലോകത്തിന്. നെക്സ്റ്റ് പാനി വാട്ടർ, ഊർജം എനർജി അല്ലേ, ഫൂൽ ഫ്ലവർ, ദേത്താ നൽകുന്നു. ഇത്രയും വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഓരോന്ന് മാച്ച് ചെയ്തിട്ട് സെൻറ്റൻസ് ആക്കണം. സൂരജ് ദുനിയാക്കോ ഊർജ് ദേത്താ ഹേ. സൂര്യൻ ലോകത്തിന് ഊർജം തരുന്നു. പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹേ. മരം ലോകത്തിന് പൂക്കൾ തരുന്നു. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. ബാദൽ ലോകത്തിന് വെള്ളം തരുന്നു. ഓക്കെ, ഇത്രയും 3 സെൻറ്റൻസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂരജ് ദുനിയാക്കോ ഊർജ് ദേത്താ ഹേ, പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹേ, ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി പഹചാനേം ഔർ ലിഖേം. പഹചാനെ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ, തിരിച്ചറിയാം. ഔർ ലിഖേം എന്നിട്ട് എഴുതാനാണ്. ജീവൻ കാ ആധാർ ഹേ. ജീവൻ്റെ അടിസ്ഥാനമാണ്. ഇവിടെ കൊടുത്ത ഈ 3 പിക്ചറും എന്താണ്? ജീവൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റത്തത് എന്താണ്? സൂര്യൻ അല്ലേ, സൂരജ്. രണ്ടാമത്തത് ട്രീ ആണ്, പേട് അല്ലെങ്കിൽ ദറക്കത്ത് എന്ന് കൊടുക്കുക. മൂന്നാമത്തത് ബാദലാണ്. ഓക്കെ, മേഘം. ഓക്കെ, ഇവിടെ മിസ് ഓരോന്നിൻ്റെ നേരെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂരജ്, പേട്, ബാദൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി ആശയ പഠേം ഔർ പങ്ക്തിയാം ഡൂണ്ടേം. ആശയം വായിക്കുക എന്നിട്ട് വരികൾ കണ്ടുപിടിക്കാനാണ്. ഇവിടെ 2 ആശയം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ആശയം സൂരജ് അപ്നി ഊർജ് സേ പ്യാർ കരേ ഔർ സംസാർ കോ ഊർജ് പ്രദാൻ കരേ. സൂര്യൻ തൻ്റെ ഊർജത്തെ സ്നേഹിക്കുന്നു എന്നിട്ട് ലോകത്തിന് ഊർജം നൽകുന്നു. ഈ ഒരു ആശയം, സൂര്യനെ കുറിച്ചിട്ടുള്ള ഈ ആശയം വരുന്ന വരി കവിതയിൽ എവിടെയാണ്? നമുക്കറിയാം അല്ലേ, ഫസ്റ്റത്തെ സ്റ്റാൻസയാണ് സൂരജിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 4 വരിയാണ് അതിൻ്റെ ആൻസർ ആക്കിയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. സൂരജ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയണം സൂരജിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ 4 വരിയാണ്. അപ്പോൾ സൂരജ് അപ്നി ആഗ് സേ ഇത്നാ പ്യാർ കരേക്ക് വഹ് ദേ സക്കേ ആഗ് ദുനിയാക്കോ ബി. ആ ഒരു വരി എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ആശയം മേഘ് അപ്നെ പാനി സേ പ്യാർ കരേ ഔർ പ്രകൃതിക്ക് പ്യാസ് ബുജായേ. മേഘം തൻ്റെ വെള്ളത്തെ സ്നേഹിക്കുന്നു എന്നിട്ട് പ്രകൃതിയുടെ ദാഹം അകറ്റുന്നു അല്ലേ. മേഘം. ഓക്കെ, നമ്മളെ കവിതയിൽ മേഘത്തിനെ കുറിച്ച് പറഞ്ഞ പാരഗ്രാഫ് സ്റ്റാൻസ് ഏതാ? 3ാമത്തതാണ് അല്ലേ, ബാദൽ. മേഘത്തിന് നമ്മൾ ബാദൽ എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ബാദൽ അപ്നെ ജൽ സേ ഇത്നാ പ്യാർ കരേക്ക് വഹ് ദേ സക്കേ ജൽ ദുനിയാക്കോ ബി. ഇതാണ് ഈ 4 വരിയാണ് ബാദലിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ അത് ആൻസർ ആക്കിയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഒരാശയം തന്നിട്ട് വരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മിസ്സിൻ്റെ മക്കൾ ആശയം നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് ഇതിൽ തന്ന വാക്കുകളൊക്കെ കവിതയിൽ എവിടെ നോക്കിയിട്ട് അത് ആൻസർ ആക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ.
ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആശയം കണ്ടുപിടിക്കൽ കേട്ടോ. ഓക്കെ, ആശയം തന്നിട്ട് വരി കണ്ടുപിടിക്കൽ. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ മിസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ആൻസർ ഇതാണ്, സെക്കൻഡത്തെ ആൻസർ ഇതാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി ये दुनिया को कैसे प्यार करेंगे अपने विचार लिखिए. ഇവയൊക്കെ ലോകത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അല്ലേ? ഇവിടെ സൂരജ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ പേടുണ്ട്, ബാദലുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത്, ഇവരെന്തൊക്കെയാണ് നമ്മുടെ ലോകത്തിന് തരുന്നത് എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സൂര്യന് നമുക്ക് എന്തെല്ലാം തരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 3 എണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സൂരജ് ഊർജ് ദേത്താ ഹേ, ഊർജം നൽകുന്നുണ്ട്. പ്രകാശ് ദേത്താ ഹേ, പ്രകാശം തരുന്നുണ്ട്. ഗർമി ദേത്താ ഹേ, ചൂട് തരുന്നുണ്ട് അല്ലേ? അങ്ങനെ സൂര്യന് തരുന്ന 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ പേട്, മരം തരുന്ന കാര്യം. പേട് എന്തൊക്കെ പല കാര്യങ്ങളും തരും അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് സിമ്പിളാക്കി തോന്നുന്ന 3 കാര്യങ്ങൾ കൊടുക്കുക. ഫൽ ദേത്താ ഹേ, പഴം തരുന്നു. ഫൂൽ ദേത്താ ഹേ, ഫ്ലവർ അല്ലേ, പൂക്കൾ തരുന്നു. ചായ ദേത്താ ഹേ, തണൽ തരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. ഇനി നെക്സ്റ്റ് ബാദൽ. ബാദൽ മേഘം എന്തൊക്കെയാണ് ലോകത്തിന് തരുന്നത്? പാനി ദേത്താ ഹേ, വെള്ളം തരുന്നുണ്ട്. വർഷ ദേത്താ ഹേ, മഴ തരുന്നുണ്ട്. ശീതളത ദേത്താ ഹേ, തണുപ്പ് കുളിർമ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് 3 ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പം സൂരജിനെ കുറിച്ച് 3 സെൻറ്റൻസും പേടിനെ കുറിച്ച് 3 സെൻറ്റൻസും ബാദലിനെ കുറിച്ചിട്ടുള്ള 3 സെൻറ്റൻസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അവരൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ലോകത്തിന് തരുന്നത് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് കവിതാക്ക ആശയലിഖ്യം, കവിതയുടെ ആശയം എഴുതാൻ. ഓക്കെ, അപ്പോൾ കവിതയുടെ ആശയം എഴുതുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ കവിത എഴുതിയ ആളെ പേരും കവിതൻ്റെ പേരും വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നമ്മുടെ കവിത എഴുതിയത് ആരാ? ശോഭനാദി യാദവാണ് അല്ലേ? അപ്പോൾ നമ്മൾ ശോഭനാദി യാദവ്ക്ക് ഏക്ക് ചോട്ടി സി കവിത ഹേ ഗുഡ് സേ പ്യാർ. ശോഭനാദി യാദവിൻ്റെ ഒരു ചെറിയ കവിതയാണ് ഗുഡ് സേ പ്യാർ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ കവിതൻ്റെ പേരും വന്നു, കവിൻ്റെ പേരും വന്നു. അപ്പോൾ മക്കൾ രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കവിതയിൽ എന്തൊക്കെയാണ് ആശയം, എന്തൊക്കെയാണ് ആ കവിതയിൽ പറയുന്നത് എന്ന് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. കവിത അപ്നെ ആപ് സേ പ്യാർ കർണേക്ക് ആവശ്യകത കെ ബാരെ മേം ഹേ. കവിത നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ്, സ്നേഹിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. സൂരജ് ഊർജ് ദേക്കർ ദുനിയാക്കോ പ്യാർ കർത്തേ ഹേ. സൂര്യൻ ഊർജം നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്നു. പേട് ഫൽ ഓർ ഫൂൽ ദേക്കർ ദുനിയാക്കോ പ്യാർ കർത്തേ ഹൈ. മരം പഴങ്ങളും പൂക്കളൊക്കെ നൽകി ലോകത്തെ സ്നേഹിക്കുന്നു. ബാദൽ ജൽ ദേക്കർ ദുനിയാക്കോ പ്യാർ കർത്തേ ഹൈ. മേഘം ജലം നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്നു. അപ്പം നമ്മുടെ 3 സ്റ്റാൻസ ആയില്ലേ? സൂര്യനെ കുറിച്ച് പറഞ്ഞു, പേടിനെ കുറിച്ച് പറഞ്ഞു, ബാദലിനെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആശയ. ആശയം ഇതാണ്, യദി ഹം ഖുദ് സേ പ്യാർ കരേ. എന്തെന്നാൽ നമ്മളെ തന്നെ സ്നേഹിക്കുക. തോ ദൂസരോം സേ പ്യാർ കർ സക്തേ. എന്നാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽഫായിട്ട് നമ്മൾ നന്നായിട്ട് സ്നേഹിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ലോകത്തുള്ള എല്ലാവർക്കും നല്ല സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് കേട്ടോ കവിതൻ്റെ ആശയം. അപ്പോൾ കവിതൻ്റെ ആശയം എഴുതുമ്പോൾ കവിതൻ്റെ പേരും കവിൻ്റെ പേരും വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ കവിതൻ്റെ പേരും കവിൻ്റെ പേരൊക്കെ എല്ലാവരും പഠിച്ചു വെക്കണേ. ഓക്കെ, ബൈ.